വരെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മിസ്അബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രമറിയാത്ത ആരും ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവില്ല. കഅബയുടെ പരിസരത്ത് കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷീണിച്ച ശരീരവുമായി നിൽക്കുന്ന മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം പിറകോട്ട് ആലോചിച്ചു. ആരായിരുന്നു മിസ്അബ്? മക്കയുടെ തെരുവീതിയിലൂടെ മൈലുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ച് നടന്നു നീങ്ങിയിരുന്ന സമ്പന്ന കുടുംബത്തിലെ യുവകോമളനായിരുന്നു. പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മിസ്അബ് നടന്നുപോയാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സുഗന്ധത്തിന്റെ മണമുണ്ടാകുന്നതാണ്. അത്തറിന്റെ മണമുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ നോക്കാത്ത പെണ്ണുങ്ങളില്ല എന്നാണ് ആ കാലത്ത്. അത്രമാത്രം സുന്ദരനായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. തന്റെ മുന്നിൽ നിൽക്കുന്നത് മിസ്അബാണ് എന്ന് പ്രവാചകന് സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ പറ്റിയത്? ഒന്നുമല്ല സഹോദരങ്ങളെ, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചപ്പോ അതിന്റെ പേരിൽ സ്വന്തം മാതാവ് അദ്ദേഹത്തെ വെറുക്കാണ്. ഭീഷണിയുടെ സ്വരമുപയോഗിച്ചു അദ്ദേഹത്തെ ഒരു മുറിയിലിട്ട് പൂട്ടാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ അന്നപാനീയങ്ങൾ പോലും മുടക്കിയ മാതാവ് ക്ഷീണിച്ചവശനായി വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞ് രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഉമ്മ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരങ്ങളെ തുറന്നുവിടാണ് ആ റൂമെന്ന്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ആ സ്വഹാബി എത്തുന്നത്. ആ കാഴ്ചയാണ് പ്രവാചകൻ കണ്ടതും. അത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് പ്രിയപ്പെട്ടവരെ ആദർശധീരത എന്ന് പറഞ്ഞാല്. മറ്റുള്ളവർക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത വിശ്വാസമാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. ഉമ്മ, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടായിരുന്നാലും ആ 100 ആത്മാവിൽ നിന്ന് ഓരോ ആത്മാവും നിങ്ങളോട് വിട പറഞ്ഞു പോയാലും മുഹമ്മദിന്റെ മതത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ഞാൻ പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ച മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമാണ് സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങളെ, മഹദി റംല എന്ന പേരിൽ അറിയപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബൂ സുഫിയാന്റെ മകളാണ്. മക്കയിൽ നിന്ന് അബീസീനിയയിലേക്ക് ഹിജ്റ പോവാണ്. അവിടെ എത്തിയപ്പോഴാണ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഗർഭിണിയാണ്. അവിടെ എത്തി പ്രസവിക്കാണ്. ഹബീബ എന്ന് പേരിട്ടു. അങ്ങനെയാണ് ഉമ്മു ഹബീബ എന്നുള്ള പേര് വന്നത്. ശരിക്കും പേര് റംല എന്നാണ് റളിയല്ലാഹു അൻഹ. ദിവസങ്ങൾ കഴിയുമ്പോ പ്രിയമുള്ളവരെ കേൾക്കുന്ന വാർത്ത ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ്. ഭർത്താവ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ പരീക്ഷണഘട്ടാണ്. കയ്യിലേന്തിയ ചോരക്കുഞ്ഞുമായി എന്തു ചെയ്യണമെന്നറിയാതെ ആ സ്ത്രീ ഇങ്ങനെ ആകെ ടെൻഷനായി നിൽക്കുന്ന സമയമാണ്. മക്കയിലേക്ക് മടങ്ങിച്ചെന്ന് മുശ്രിക്കുകളായ തന്റെ കുടുംബത്തിന്റെ കൂടെ കൂടണോ, അതല്ല ക്രിസ്തുമതത്തിലേക്ക് തിരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ കൂടെ കൂടണോ എന്ന ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ തന്റെ ചിന്താമണ്ഡലം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മഹദി എടുത്ത തീരുമാനം, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെന്തു വന്നാലും ശരി എന്റെ റബ്ബിനെ കൈവിടുന്ന, ഈ ആദർശത്തെ കൈവിടുന്ന ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന ഉറച്ച ഒരു വിശ്വാസം, ഉറച്ചൊരു തീരുമാനം ആ മഹദി എടുത്ത സമയത്ത് പിന്നീട് എന്തു സംഭവിച്ചു അറിയങ്ങൾ? പിന്നീട് സംഭവിച്ചത് പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരു ഭാര്യയാകാൻ പ്രിയമുള്ളവരെ ഈ മഹദിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് പടച്ച റബ്ബ് നൽകുന്ന പ്രതിഫലം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഒരു കൂട്ടര് ഖാലൂ, അവർ പറയുന്നു, പ്രഖ്യാപിക്കുന്നു, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു. സുമ്മസ്തഖാമു, അത് പ്രഖ്യാപിച്ചതിന് ശേഷം അതാ സുമ്മസ്തഖാമു, നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, ദുഃഖിക്കാനില്ല. എത്ര വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നാലും
അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ഒന്നും പേടിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതാണ്. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഖാലിദീന ഫീഹാ, അവിടെ ആ സ്വർഗ്ഗത്തിൽ നിത്യവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അല്ലാഹു തആല അവർക്ക് കൊടുത്ത പ്രതിഫലമാണ് പ്രിയമുള്ളവരെ ആ സ്വർഗ്ഗം. ആ സ്വർഗ്ഗം നമുക്ക് ലഭിക്കണോ? പൂർണ്ണമായ തവക്കുല് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തണം.